കൂടെ കാട്ടാനയെ പിന്തുടരുന്നതിനിടെ RRT അംഗത്തിന് പരിക്ക്. കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഇറങ്ങിയ കുട്ടിയാനയെ പിന്തുടരുന്നതിനിടയിലാണ് വീണ് പരിക്കേറ്റത്. താമരശ്ശേരിയിൽ നിന്നെത്തിയ RRT അംഗം കരീമിനാണ് പരിക്കേറ്റത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, ആ ദൗത്യം ഇതുവരെ ഫലം കണ്ടിട്ടില്ല. അതിനിടയിൽ ഈ RRT അംഗത്തിന് പരിക്ക്. എന്താണ് സംഭവിച്ചത് ഗോകുൽ? കഴിഞ്ഞ രണ്ടാഴ്ചയോളമായിട്ട് കുറ്റ്യാടിയിലെ വിവിധ മേഖലകളിൽ ഒരു കുട്ടിയാന, കാട്ടിൽ നിന്നിറങ്ങി വന്നിട്ടുള്ള കുട്ടിയാന ജനവാസ മേഖലയിൽ ദുരിതം വിതയ്ക്കുകയാണ്. പല ആളുകളെയും ആക്രമിച്ചു. അതിനെ പിടികൂടാനുള്ള ശ്രമം കഴിഞ്ഞ 3 ദിവസമായിട്ട് ആ മേഖലയിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ആനയെ പിടികൂടാൻ ശ്രമം നടത്തുന്ന RRT സംഘത്തിന് പരിക്ക് പറ്റിയിട്ടുള്ളത്. ആനയെ പിന്തുടർന്ന് പോകുന്ന സമയത്ത് ഈ RRT സംഘത്തെ കണ്ട കുട്ടിയാന ഇവർക്ക് നേരെ തിരിയുകയായിരുന്നു. ആ സമയത്ത് ഇവർ ആനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തിരിഞ്ഞോടിയ സമയത്തായിരുന്നു RRT സംഘത്തിന് പരിക്ക് പറ്റിയത്. താമരശ്ശേരിയിൽ നിന്നും എത്തിയിട്ടുള്ള RRT സംഘത്തിലെ ഒരാളായിട്ടുള്ള കരീമിനാണ് പരിക്ക് പറ്റിയത്. തിരിഞ്ഞോടുന്ന സമയത്ത് കരീമിന്റെ കാല് ഒരു പാറയുടെ ഇടയിൽ പോവുകയായിരുന്നു. ഇയാളെ ഇപ്പോൾ താമരശ്ശേരിയുള്ള കുറ്റ്യാടിയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ദൗത്യം ഇതോടുകൂടി അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കരിങ്ങാട്, കാവിലുംപാറ തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി അക്രമം വിതയ്ക്കുകയായിരുന്നു. പല ആളുകൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ആനയെ തിരഞ്ഞു പോയിട്ടുള്ള RRT സംഘത്തിനും ഇപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ളത്. റിജിത്ത്. ശരി, ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങളിൽ ചിലത് പ്രേക്ഷകരെ അറിയിക്കാം. അതിലൊന്ന് തിരുവനന്തപുരത്ത് നിന്നാണ്. അവിടെ അമരവിള ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആഡംബര ബസ്സിൽ എത്തിച്ച ലഹരി വസ്തുക്കളാണ് പിടികൂടിയിരിക്കുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പുറത്തു വരുന്നൊരു വിവരമാണ്. അവിടെ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി വൈശാഖ്, 25 വയസ്സുള്ള വൈശാഖ് പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഇടുക്കി ബൈസൺ വാലിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരമാണ്. ഇവിടെ കാൽവഴുതി തോട്ടിൽ വീണ അതിഥി തൊഴിലാളി മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി രാജു സാഹു ആണ് മരിച്ചത്.